ഒരാൾ ഒരു ബക്കറ്റിൽ കുറേയധികം ഞണ്ടുകളെ പിടിച്ചിട്ടു. അതിൽ ചില ഞണ്ടുകൾ രക്ഷപ്പെടാൻ വേണ്ടി ബക്കറ്റിന്റെ സൈഡിൽ കൂടി മുകളിലേക്ക് കയറാൻ തുടങ്ങി. എന്നാൽ മുകളിലേക്ക് കയറാൻ തുടങ്ങിയ ഞണ്ടിൽ ഒരെണ്ണത്തിന് പോലും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. കാരണം മുകളിലേക്കൊരു ഞണ്ട് കയറുമ്പോൾ താഴെ നിന്നും മറ്റുള്ളവ അതിനെ വലിച്ചു താഴേക്കിടും. നീ ഞങ്ങളിൽ ഒരുവൻ മാത്രം, ഞങ്ങളിൽ ഒരാളായി ജീവിച്ചാൽ മതി, നീ ഞങ്ങളെക്കാൾ വലിയവനാവാൻ നോക്കിയാൽ വേല മനസ്സിലിരിക്കട്ടെ എന്നാവും ഇവർ ചിന്തിക്കുന്നത്, അല്ലേ? അവസാനം എല്ലാ ഞണ്ടുകളും അയാളുടെ പാചകപാത്രത്തിൽ തീർന്നു എന്നാണ് കഥ. എന്നാൽ മറ്റൊരു കഥയുണ്ട്. ഇതേപോലെ ഒരു ബക്കറ്റിലകപ്പെട്ട കുറെ തവളകൾ ഉണ്ടായിരുന്നു. തവളകൾ രക്ഷപ്പെടാൻ വേണ്ടി കുറേ ചാടി നോക്കി. പലവട്ടം ശ്രമിച്ച ശേഷം നിരാശരായി അവർ പതുക്കെ ആകാശം നോക്കി താഴെ കിടന്നു. ആ കൂട്ടത്തിൽ ഒരു തവള വീണ്ടും വീണ്ടും ചാടിക്കൊണ്ടിരുന്നു. ഓരോ തവണ ചാടുമ്പോഴും തിരിച്ചു വീഴുമ്പോഴും താഴെ നിന്നും മറ്റു തവളകൾ അവനെ കളിയാക്കി കൈകൊട്ടി ചിരിക്കും. ഇതിൽ നിന്നും ചാടിപ്പോക എളുപ്പമല്ല എന്നറിയാത്ത വിഡ്ഢി എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് ഈ തവള ചാട്ടം നിർത്തിയില്ല. കൂടുതൽ കൂടുതൽ ആവേശത്തോടെ വീണ്ടും വീണ്ടും ചാടിക്കൊണ്ടിരുന്ന ഇവൻ അവസാനം ഒരു ചാട്ടത്തിന് ബക്കറ്റിന് പുറത്ത് ചാടി രക്ഷപ്പെട്ടു. പിന്നീടാണ് മനസ്സിലായത്, ഈ തവള വീണ്ടും വീണ്ടും ശ്രമിച്ചതിന് ഒരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ചെവി കേൾക്കാത്തവൻ ആയിരുന്നു. മറ്റുള്ളവർ ഓരോ തവണ കൈയടിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും അവൻ കരുതിയത് അവർ അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നായിരുന്നു. ആ പ്രോത്സാഹനത്തിൽ അവൻ തൻ്റെ വിജയം കണ്ടു. എന്നാൽ ഇതിന് അനുബന്ധമായി ഒരു അറിയാത്ത കഥ കൂടിയുണ്ട്. അവൻ പുറത്തു ചാടി അടുത്ത 5 മിനിറ്റ് കൊണ്ട് വേറെ 5 തവളകൾ കൂടി പുറത്തു ചാടി രക്ഷപ്പെട്ടത്രേ. എന്താണ് പാഠം? ഇമ്പോസിബിൾ എന്ന് ലോകം കരുതിയ ഒന്നിനെ ഒരാൾ പോസിബിൾ ആണെന്ന് തെളിയിച്ചാൽ പിന്നീട് വിജയകഥകൾ തുടർക്കഥയാവും എന്ന വലിയ പാഠം. നൂറ്റാണ്ടുകളായി അജയ്യനായി നിന്ന മൗണ്ട് എവറസ്റ്റ് 1953 സർ എഡ്മണ്ട് ഹിലാരിയുടെ മുന്നിൽ അടിയറവ് പറഞ്ഞു. എന്നാൽ അടുത്ത 3 വർഷത്തിനകം വേറെ 4 പേർ കൂടി എവറസ്റ്റ് കീഴടക്കി. അതേപോലെ 4 മിനിറ്റിനുള്ളിൽ 1 മൈൽ, അതായത് 1.6 കിലോമീറ്റർ ഓടുക എന്നത് മനുഷ്യൻ ഇമ്പോസിബിൾ ആണ് എന്ന നൂറ്റാണ്ടുകളായി വിശ്വസിച്ചിരുന്ന കാലത്താണ് 1954 റോജർ ബാനിസ്റ്റർ 25-ാമത്തെ വയസ്സിൽ 3.59 മിനിറ്റ് കൊണ്ട് ഓടി ചരിത്രം മാറ്റിക്കുറിച്ചത്. എന്നാൽ 46 ദിവസത്തിനകം ജോൺ ലാൻഡി എന്ന ഓസ്ട്രേലിയൻ റണ്ണർ വീണ്ടും ചരിത്രം എഴുതി. ഇത്തവണ 3.58 മിനിറ്റിൽ. രസകരമായ കാര്യം, അടുത്ത വർഷം 3 പേർ വീണ്ടും അത് ആവർത്തിച്ചു. എന്താണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്? ഒരാൾ തുടക്കമിടണം, ഫോളോ ചെയ്യാൻ വളരെ പേരുണ്ടാവും. ഉദാഹരണമായി ഞാൻ നമ്മുടെ കഴിഞ്ഞ ഈ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് തുടങ്ങി അവസരങ്ങൾ നോക്കിയിരിക്കുന്ന സാധാരണ മനുഷ്യരെ സഹായിക്കാനുള്ള ഒരു ടീം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്. വിദ്യാഭ്യാസമുള്ള, മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ആമസോൺ എന്ന ഇന്നത്തെ ഇ കൊമേഴ്സ് ജയന്റ് ആദ്യ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് 9 വർഷങ്ങൾക്ക് ശേഷമാണ് എന്ന അറിവുള്ള, ചൈനീസ് ബാംബു ട്രീയുടെ കഥയറിയാവുന്ന, ക്ഷമയുള്ള സിഗ് സിഗ്ലാർ പറഞ്ഞ പോലെ, ഇഫ് യു ഹെൽപ്പ് ഇനഫ് പീപ്പിൾ ടു ഗെറ്റ് വാട്ട് ദേ വാണ്ട്, യു ക്യാൻ ഹാവ് എവറിതിങ് ഇൻ ലൈഫ് യു വാണ്ട് എന്ന ബോധ്യമുള്ള 2-3 ചെറുപ്പക്കാരുടെ ഒരു ടീം. ചെറിയ ഫീസ് വാങ്ങി ചെയ്യാവുന്ന ഇന്നോവേറ്റീവായ ഒരു നല്ല മ്യൂച്വൽ ഹെൽപ്പ് ഐഡിയയാണിത്. എൻ്റെ അനുഭവത്തിൽ നിന്നും പറയട്ടെ, ഈ അവസരത്തിലൂടെ ജീവിതത്തിൽ വളരാൻ അവർ എവിടെയോ കാത്തിരിക്കുന്നുണ്ട്. അത് നിങ്ങളാവാം, നിങ്ങൾക്കറിയാവുന്ന ആരോ ഒരാളാവാം. നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു വെരി മച്ച്.